ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കൃത്യമായും ഇത് അമ്മ തന്നെയാണ് കൊന്നത് എന്നതിന് കൃത്യമായ CCTV തെളിവുകളടക്കം പുറത്തുവരികയാണ്. മാനസിക വിഭ്രാന്തി ഇല്ല എന്ന ഈ കുട്ടിയുടെ അച്ഛനും ഇവരുടെ ഭർത്താവുമായ സുഭാഷ് വ്യക്തമായി പറയുകയാണ്. ഇതിനു മുൻപും ഈ പെൺകുട്ടിയെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ചാണ് ആ പിതാവ് പറയുന്നത്. തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ജീവൻ ആപത്താകുന്ന രീതിയിൽ ഇവൾ എന്തെങ്കിലും തിരിച്ചു ചെയ്യുമോ എന്ന ഭയത്താലാണ് അധികമായി കടന്നൊന്നും ചെയ്യാതിരുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഞാനിവിടെ ഇന്നലെ വരുമ്പോൾ 3:30 കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ എന്നെ ഇവള് വിളിച്ചിട്ടൊരു കുക്കറിന്റെ വാഷർ പോയി അത് മേടിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ്, അപ്പൊ അത് കാരണം കൊണ്ട് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞപ്പോ കൊച്ചിനെയും വിളിച്ചോണ്ട് ഇവിടെ ആ വഴി പോയതായിരിക്കും വിചാരിച്ചു. അങ്ങനെ പോവാറുണ്ട്, കടകളിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോയതായിരിക്കും വിചാരിച്ചു. ഒരു 6 മണി 6 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു, അങ്ങോട്ട് ചെന്നോന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അവര് പറഞ്ഞു അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂടെ നോക്കിയിട്ടില്ലേ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വനിതാ ഇവിടുന്ന് വിളിച്ചായിരുന്നു. വനിതാ സെല്ലല്ല, വനിതാ മറ്റേ ഇതില്ലേ, വനിതാ കമ്മീഷനല്ല, മറ്റേ ഇത് പോലീസുകാരാന്ന് തോന്നല്ല, മറ്റേ വനിതാ ഇതിനാണ് വിളിച്ചത്. അപ്പൊ അതിനെ വിളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, കാണാനില്ലാന്ന് പറഞ്ഞു, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവര് നേരത്തെ തന്നെ വിളിച്ചത്. അപ്പൊ അന്നേരം ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇതുപോലെ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ചേച്ചി വിളിച്ച് അവിടെ കംപ്ലൈന്റ് പറഞ്ഞ് അവരെന്നെ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെ സംഭവങ്ങളെന്ന് പറഞ്ഞു. കൊച്ചുങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് എല്ലാം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഇവക്കടെ ചേച്ചിയും അമ്മയും പറയണത് മാത്രമേ അവള് കേൾക്കുള്ളൂ. ഇപ്പൊ ഇന്നലത്തെ സംഭവത്തിലും അവക്കടെ ചേച്ചിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്ന് തന്നെയാണ് എന്റെ ഉറപ്പ്. എന്റെ കൊച്ചു അറിഞ്ഞിട്ടില്ല, ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന ആള് രാവിലെ സന്ധ്യ തന്നെയാണോ അംഗൻവാടി കൊണ്ടുവിട്ടത്? ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചിനെ അംഗൻവാടി 2 ദിവസമായിട്ട് വിടാറില്ല, അച്ഛൻ ആഴ്ചയിലായതുകൊണ്ട്. അപ്പൊ ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു കൊച്ചിനെ അംഗൻവാടിയിൽ വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ കൊച്ചു പോണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ കൊച്ചിനെ റെഡിയാക്കി 9:30 കഴിഞ്ഞിട്ട് പോയി അംഗൻവാടിയിൽ. 8:45 കൊച്ചു റെഡിയായി. അപ്പൊ ഞാനോട് പറഞ്ഞിട്ടാണ് കൊച്ചു റെഡിയായത്. കൊച്ചു പോണില്ലാന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. അപ്പൊ എന്റെ മുമ്പിൽ ഇവിടെ ഇരുന്ന് റെഡിയായി, ഇവിടെ ഇരുന്ന് റെഡിയാവണ ഫോട്ടോയാണ് കിടക്കുന്നത്. കണ്ട ഫോട്ടോ കുഞ്ഞിനെ സന്ധ്യ തന്നെ ഒരുക്കിയിട്ട് കൊണ്ടുപോയി? ഇല്ല, കൊച്ചു തന്നെയാണ് ഉടുപ്പൊക്കെ എടുത്ത് തരണേ. അംഗൻവാടി പോണെന്ന് പറഞ്ഞ് പോയതാണോ? ഇല്ല, കൊച്ചു പോകണമെന്ന് പറഞ്ഞതാ. സന്ധ്യ തന്നെ കൊണ്ടുവിട്ടു. അപ്പൊ ഞാനും പറഞ്ഞു പോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊച്ചു പോയത്, അല്ലെങ്കിൽ കൊച്ചു പോകില്ലായിരുന്നു. സാധാരണ സന്ധ്യയാണോ അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ടുവിടാറൊക്കെ? ഇല്ല, ഇവിടെ ഞങ്ങളാരും ഉള്ളപ്പോ ഞങ്ങളാ കൊണ്ടുവരണേ. പക്ഷെ ഇപ്പൊ ഇന്നലെ കൂട്ടുകാരന്റെ കൊച്ചു ഇവിടെ താഴെ നിന്ന് പോകുന്നുണ്ട്, അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ വിടാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നേരത്തെ റെഡിയാക്കിയത്. എന്നുവെച്ചാൽ അവർ 9:00 പോകും, ഞാനൊക്കെയാണ് 10 മണിക്ക് കൊണ്ടാക്കാറുള്ളൂ. അപ്പൊ അവര് 9:00 പോണ കാരണം കൊണ്ടാണ് നേരത്തെ റെഡിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് ESI ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കുക്കറിന്റെ വാഷർ പോയി മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വരാൻ താമസിക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചതൊക്കെ എന്റെ റെക്കോർഡ് ഫോണിൽ ഇത് പരിശോധിച്ച് അറിയാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 3:30 വരുമ്പോൾ ഇവിടെ ആളില്ല. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ വൈഫ് കൊച്ചിനെ കൊണ്ട് വന്ന് വിളിച്ച് കണ്ട. അപ്പൊ ഞാൻ തലേദിവസം രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇന്നലെ രാവിലെ ഞാൻ അങ്ങ് പോയത്. അപ്പൊ അത് എന്റെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന വഴി ചേരം കിടന്ന് ഉറങ്ങി. 5:30 എഴുന്നേറ്റപ്പോഴും വന്നിട്ടില്ല. അന്നേരമാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് വെറുതെ പറയണ, അതിനകത്ത് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവക്കടെ ചേച്ചിക്ക് അമ്മയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയണല്ലാണ്ട് ഇവര് കേൾക്കില്ല. ഇന്നാള് കഴിഞ്ഞ ദിവസം അവരിവിടെ വന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് അവരുടെ വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു അമ്മയുടെ കയ്യിൽ വള പണയം വെച്ച് കാശിതാ എന്നും പറഞ്ഞിട്ട് അവളെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ ഇവിടെ വന്നു. അപ്പൊ അമ്മയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ അവൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നായിരുന്നു. എന്റെ പേരും പറഞ്ഞ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞ് ഇവിടെ വന്നേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ മുമ്പിൽ നിർത്തി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് ഈ ശാഖയുടെ സെക്രട്ടറി കാര്യങ്ങളൊക്കെ താമസിക്കണം ഇവിടെ. അപ്പൊ ഞങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പൈസയൊക്കെ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയില്ല.
ഞാൻ അതിനെക്കുറിച്ച് ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ബാക്കി എന്തെങ്കിലും ഞാൻ കൊച്ചിനോട് ചോദിച്ചാൽ അറിയാം, എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളോ ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് കൊച്ചിനോട് ചോദിച്ചാൽ നുണ പറയില്ലല്ലോ. അംഗനവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടുവരുന്നതിനിടെയാണ് കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ആംബുലൻസിൽ സംഭവസ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവാങ്കുളത്ത് കാണാതായ 3 വയസ്സുകാരിക്കായി കനത്ത മഴയെയും ഇരുട്ടും അവഗണിച്ച് തെരച്ചിൽ കഴിഞ്ഞ ദിവസം തുടർന്നിരുന്നു. കല്യാണി എന്ന 3 വയസ്സുകാരിയെയാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തതിനിടെ കാണാതായത്. കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നതടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ തുടക്കത്തിൽ നൽകിയിരുന്നത്. അമ്മയ്ക്ക് മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്ന സൂചനയാണ് ബന്ധുക്കളും നൽകുന്നത്. മുഴിക്കുളം പാലത്തിന് മധ്യഭാഗത്ത് വെച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത്. ഇവർക്ക് കല്യാണിയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നതായി കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ ബന്ധുക്കൾ വിശദമാക്കിയിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിനെതിരായ ക്രൂരത ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. കുടുംബപരമായി പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ തെരച്ചിലിന് ഇറങ്ങുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാത്രി വൈകിയുള്ള തെരച്ചിൽ നടത്താറില്ലെങ്കിലും കാണാതായത് പിഞ്ചുകുഞ്ഞായതിനാൽ തന്നെ പോലീസും നാട്ടുകാരും കനത്ത മഴയും ഇരുട്ടും അവഗണിച്ച് തെരച്ചിൽ തുടർന്നിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതലാണ് എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ കാണാതായത്. തിരുവാങ്കുളത്ത് നിന്നും ആലുവ ഭാഗത്തേക്ക് അമ്മയുടെ ഒപ്പം യാത്ര ചെയ്ത മറ്റക്കുഴി സ്വദേശിയായ കുട്ടിയെയാണ് കാണാതായിരുന്നത്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയെ കാണാതായത്. കുട്ടി അങ്കണവാടിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്തത്. യാത്രയ്ക്കിടെ ബസ്സിൽ നിന്നാണ് കുട്ടിയെ കാണാതായതെന്നാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ഉൾപ്പെടെയുള്ള പോലീസ് പരിശോധനയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക അന്വേഷണം നടത്തിയിരുന്നു. ആലുവയിൽ കാണാതായ 3 വയസ്സുകാരിക്കായി നടത്തിയത് അസാധാരണ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ്. മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ് ആലുവ. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് തിരുവാങ്കുളത്ത് നിന്ന് അമ്മയ്ക്കൊപ്പം പോയ 3 വയസ്സുകാരിയെ കാണാതായത്. എന്തായാലും വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിന് ബസ്സിൽ വെച്ച് മകളെ നഷ്ടമായി എന്നും പിന്നീട് മകളെ എവിടെ വെച്ച് കാണാതായി എന്നുമുള്ള പ്രതികരണങ്ങൾ കല്യാണിയുടെ അമ്മ സന്ധ്യ നടത്തിയിരുന്നു. പിന്നാലെ ചെങ്ങമനാട് പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിലാണ് മുഴിക്കുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി വിശദമായ വിവരം ലഭിച്ചത്. അതേസമയം അമ്മ തന്നെയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നടക്കമുള്ള വിശദീകരണവും വരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളുകൾ മറികടന്നായിരുന്നു കല്യാണിക്കായി നടത്തിയ തെരച്ചിൽ. സംഭവസ്ഥലത്ത് സന്ധ്യയെ എത്തിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തായി തെരച്ചിൽ നടത്തിയിരുന്നു. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ മുഴക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയുടെ നടുവിലെ തൂണിനടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലുവയിലെ സ്കൂബ ടീമാണ് അറിയിച്ചത്.